പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് ഭാസ്കരൻ CPIMൽ 3 തവണ നഗരസഭാ കൌൺസിലറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നഗരസഭയിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിൽ മനം മടുത്താണ് മാറ്റമെന്ന് ഭാസ്കരൻ പ്രതികരിച്ചു. വിവരങ്ങൾ നൽകുന്നത് KT സ്വാലിഹാണ്. സ്വാലിഹ്, കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ 10 നേതാക്കളാണ് കോൺഗ്രസ് വിട്ട് കൊഴിഞ്ഞുപോയത്. അതിൽ തന്നെ P സരനും AK ഷാനിബും ഒക്കെ ഉൾപ്പെടുന്നു. ഈ പ്രതിസന്ധി അങ്ങോട്ട് അവസാനിക്കുന്നില്ലല്ലോ പാലക്കാട് കോൺഗ്രസിൽ. അന്ന, തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് സ്വാധീനമുള്ള 10 പേരാണ് നിലവിൽ കോൺഗ്രസ് വിട്ട് CPIMലേക്ക് വരുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് ഇന്ന് വിട്ടുവന്ന ഭാസ്കരൻ 3 തവണ ഏതാണ്ട് 15 വർഷക്കാലം നഗരത്തിൽ കൗൺസിലറായിരുന്നു. പുത്തൂർ നോർത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത്. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വിട്ടുവരാനുള്ള കാരണമായി പറഞ്ഞതാണ് ശ്രദ്ധേയമായ കാര്യം. നഗരസഭയിൽ BJP ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെ പ്രതികരിക്കാൻ, ഒന്ന് സംസാരിക്കാൻ പോലും നേതാക്കൾ അനുവദിക്കുന്നില്ല, കോൺഗ്രസ് നേതാക്കൾ അനുവദിക്കുന്നില്ല. കോൺഗ്രസും അതോടൊപ്പം BJPയും ചേർന്ന ഒരു സംയുക്ത മുന്നണിയാണ് നഗരസഭയിൽ ഭരണം നടത്തുന്നത് എന്നൊരാരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇക്കാരണം കൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ട് പോരുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. നേരത്തെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയായി മാറിയ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഭാസ്കരനും മുന്നോട്ട് വെച്ചത്. ഇത് സ്വാഭാവികമായും കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. പ്രതിസന്ധി തുടരുന്നു. ഈ നഗരത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കൾ, കൗൺസിലറായി പാലക്കാട് നഗരസഭയിൽ 15 വർഷക്കാലം പ്രവർത്തിച്ച ഒരാൾ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ച് CPIMലെത്തുന്നു. അദ്ദേഹം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളോടൊപ്പമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. അന്ന, പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് ഭാസ്കരൻ CPIMലെത്തുന്നു. തുടർച്ചയായ 11ാമത്തെ ആളാണ് ഇന്ന് കോൺഗ്രസിൽ നിന്ന് കൂടുവിട്ട് ഇറങ്ങുന്നത്. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.